എന്റെ രാമന് ചേരുന്ന പെണ്ണാ നീ. നിന്റെ ആ പഴയ ജീവിതമല്ലേ, അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. നിന്നെയും ഞാൻ എന്റെ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കും. എന്റെ മനസ്സറിഞ്ഞാ ഞാനിതൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ തന്നെ പറയുന്നതായിരിക്കും അതിൻ്റെതായ ശരിയെന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ വംശം ഇവിടെ നിലനിർത്താൻ വേണ്ടി നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത്. കാര്യമുള്ളതുപോലെ പറയാനാണെങ്കിൽ എന്റെ വംശത്തിന്റെ അവകാശി എന്ന് പറയാനായിട്ട് രാമനൊരു കുട്ടി വേണം. അത് നിനക്ക് സമ്മതാണോ? കുഴപ്പമില്ല, ഇപ്പൊ ഒന്നും പറയണ്ട, സമയമെടുത്തോ. ഒന്ന് ആലോചിക്ക. രാമനെ നിന്റെ തീരുമാനം അറിയിക്ക. അതിന് നിനക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ കല്യാണക്കാരെ മുന്നോട്ട് കൊണ്ടുപോകാം മോളെ. എന്താ? സീതേ, ഞങ്ങളുടെ അച്ഛൻ കണ്ടാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ ആള് ശരിക്കും പാവാ, നല്ല മനുഷ്യനാ. അതെ മോളെ സീത, ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. റാമിന്റെ കാര്യത്തിൽ അച്ഛൻ സോഫ്റ്റാ, വളരെ സോഫ്റ്റാ. സംസാരിച്ചായിരുന്നു നീ? അവരുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയോ? എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. പറ സീത. എന്റെ കൂടെ ഒന്ന് വരാവോ പ്ലീസ്? ഇവളുടെ മുഖം കണ്ടാൽ അറിയാലോ അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലെന്ന്. വാണി, നീ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? എടാ അനിയ, ഞാൻ കരുതിയത് ഇത്തവണ കപ്പ് തൂക്കുമെന്നാ. അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ സീത ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുന്ന കാണുമ്പോ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ബ്രദർ? സീത എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ നിന്നോട് എന്താ പറഞ്ഞത്? കല്യാണത്തിന് സമ്മതിച്ചോ അതോ ഇല്ലയോ? Sorry, Ram. I'm really sorry. സീത, what happened? എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? സീതയും രാമനും തമ്മിൽ സംസാരിച്ച് അവരുടെ തീരുമാനം പറയും. ഈ കല്യാണം തീരുമാനിക്കുന്നത് സീതയുടെ തീരുമാനം അനുസരിച്ചാ.
അവളത് അറിയിക്കുന്നതുവരെ എല്ലാവരും സമാധാനായിട്ടിരുന്നു. അതിനു മാത്രം നിങ്ങൾ സീതയോട് എന്താണ് പറഞ്ഞത് അച്ഛാ? അച്ഛാ, ഞാൻ എനിക്ക് വേണ്ടി ഇതുവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്കറിയാം അത് ചോദിക്കാനുള്ള അർഹത എനിക്കൊരിക്കലും ഇല്ലെന്നും. റാമിന് വേണ്ടി അച്ഛൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ദയവ് ചെയ്ത് അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ സ്വീകരിക്കാൻ അച്ഛൻ അനുവദിക്കണം. അച്ഛാ, സീത എപ്പോഴും രാമന്റെ കൂടെ അല്ലേ ഉണ്ടാവണ്ടേ? ഞാൻ കരുതത് അച്ഛൻ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമെന്നാ. പക്ഷെ ഒരു തീരുമാനമെടുക്കാനുള്ള ചുമതല അവളെ ഏൽപ്പിച്ചാലെങ്ങനാ? അപ്പോ അവൾ സ്വയം തീരുമാനിച്ച് ഇതിന്ന് പിന്മാറണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ? നോക്ക്, ഒന്നിപ്പിക്കണോ വേർപെടുത്തണോ എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇനി ഈ കാര്യത്തില് സീതയാ ഒരു തീരുമാനം എടുക്കണ്ടേ. അവളൊരു സാധാരണ പെണ്ണല്ല, പക്വതയുള്ള പെണ്ണ. അവളെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അവള് സമ്മതിച്ച നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സീതാരാമ കല്യാണം നടക്കും. സീതമ്മ ഇതുവരെ എത്താത്ത എന്താ? സിഹി, നീ ഇതുവരെ റെഡി ആയില്ലേ? നെക്സ്റ്റ് എൻട്രി നിന്റെയാ. ഞാനൊന്നും കളിക്കാനില്ലടാ, നിങ്ങൾ പോയി കളിച്ചോ. നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ എങ്ങനെയാ കളിക്കാൻ പറ്റുന്നേ? ഹീറോയിന് നീയല്ലേ ഡയലോഗ് പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ വീട്ടിൽ പോയി TV കാണാൻ പോവാ. TV പിന്നെ കാണാം, ഇപ്പൊ വന്ന് കളിക്ക് പ്ലീസ്. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ വീട്ടിലേക്ക് പൊക്കോട്ടെ. എന്താ സിഹി, ഇന്നത്തെ കളിയൊക്കെ കഴിഞ്ഞോ? ഇന്ന് കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല ആന്റി. എന്താ ആകെ ഇന്ന് വാടിയിരിക്കുന്നേ? സീതമ്മ വഴക്ക് പറഞ്ഞോ? സീതമ്മ എന്തിനാ വഴക്ക് പറയുന്നേ? നീ മണ്ടിയാണോ ബുദ്ധിയുള്ള കുട്ടിയാണോ? ഞാൻ ബുദ്ധിയുള്ള കുട്ടിയാ. ക്ലാസ്സിൽ ഇപ്പൊ 3rd റാങ്കിലാ നിക്കുന്നേ, അറിയോ? എല്ലാത്തിനും ബുദ്ധിയുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിലും മണ്ടിയാ. എല്ലാവർക്കും അറിയാവുന്ന കാര്യ. പക്ഷെ സീതയുടെ മകളാണെന്ന് റാമിന്റെ മുത്തശ്ശനോട് പറഞ്ഞില്ല. ആദ്യം റാമിന്റെ മുത്തശ്ശനോട് സീതയുടെ മോളാണെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ, നീ കാരണം നല്ലൊരു ആലോചനയെ കൈവിട്ടു പോകുന്നേ. ആലോചന കൈവിട്ടു പോകുന്നെന്ന് പറഞ്ഞ? സീത, ലിസൺ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്റെ അടുത്തുനിന്ന് ഒരു കാര്യം മറച്ചു വെക്കല്ലേ. അതെന്താണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പറ. ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു. ഞാൻ ഇത്രയും ദിവസം സിഹയെ കുറിച്ച് മാത്രം ആലോചിച്ചത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. നിന്റെ ലൈഫ് ഹാപ്പി ആയിരിക്കണം റാം. നിനക്ക് ഒരു കുറവും ഉണ്ടാവാനേ പാടില്ല. സീത പ്ലീസ്, ഇങ്ങനെ എവിടെയും തൊടാതെ സംസാരിക്കല്ലേ. എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. മുത്തശ്ശൻ എന്താണ് നിന്നോട് പറഞ്ഞതെന്ന് എന്നോട് പറ. എന്റെ ലൈഫിൽ ഞാൻ മകളായിട്ട് കണ്ടിട്ടുള്ളത് സിഹയെ മാത്രമാണ്. സിഹയെ കൂടാതെ വേറൊരു കുഞ്ഞിനെ എനിക്ക് ആവശ്യമില്ല. സിഹി മാത്രമാ എന്റെ കുട്ടി. ഇതാ എന്റെ തീരുമാനം. ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇത് നിങ്ങളുടെ തീരുമാനം ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് പോലും തെറ്റാണെന്ന് എനിക്കറിയാം. നിന്റെ തീരുമാനം എന്താണെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും റാം. സീത ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സിഹി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതെല്ലാം മുത്തശ്ശനോട് നീ ഇപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലേ? എന്റെ തീരുമാനം ക്ലിയർ ആണ്. എനിക്ക് സിഹി മാത്രം മതി. എനിക്ക് മറ്റൊരു കുഞ്ഞിനെ വേണ്ട. ഇത് മുത്തശ്ശനെ നിങ്ങൾ അറിയിക്കണം. സീത, ശരിയാ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ കല്യാണം കഴിഞ്ഞ് അതിലൊരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ എനിക്കതിന് കഴിയില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ എന്തിനാ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. ഇപ്പോഴല്ല റാം, നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ സംസാരിക്കണമായിരുന്നു. മുത്തശ്ശൻ ഈ കല്യാണം കഴിഞ്ഞിട്ട് അവർക്കൊരു അനന്തരാവകാശി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ തീരുമാനമാണ് ഞാൻ നിന്നോട് ഇപ്പൊ പറയുന്നത്. നമ്മുടെ കല്യാണം കൊണ്ട് നിങ്ങളുടെ വംശം നിലനിർത്താൻ എന്നെ കൊണ്ട് കഴിയില്ല. ഐ എം സോറി റാം.
ആ കണ്ടോ, നിന്റെ മുത്തശ്ശി വന്നല്ലോ, ചോദിച്ചു നോക്ക്. മുത്തശ്ശി ആലോചന കൈവിട്ടെന്ന് പറഞ്ഞ ആലോചന കൈവിട്ടു എന്ന് പറഞ്ഞാ വേണ്ടാന്നർത്ഥം. എന്താ മോളെ, നിന്റെ ഷൂട്ടിങ്ങിൽ ആരെങ്കിലും കല്യാണം വേണ്ടാന്ന് പറഞ്ഞോ? അപ്പോ ഞാൻ കാരണം സീതമ്മയുടെ കല്യാണം നടക്കില്ലേ? ഏയ് സീമോളെ, എന്താ ഇവൾക്കിത് എന്തു പറ്റി? എങ്ങോട്ടേ ഓടിപ്പോകുന്നേ? സീത, ഒരു മിനിറ്റ് ഒന്ന് നിക്കവിടെ. എന്തിനാ എങ്ങോട്ടായി പോകുന്നത്? റാം, നീ ഒന്നും പറയുന്നില്ല. പറഞ്ഞില്ലെങ്കിലും എനിക്കിത് മനസ്സിലാവും, അതാ പോകുന്നേ. സീത, ഞാനൊന്നും പറയാത്തത്. നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കിത് മനസ്സിലാവും റാം. നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ ഇമാജിൻ ചെയ്ത പോലെ നിങ്ങളുടെ ലൈഫ് പാർട്ണറും കുട്ടിയായിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? സീത, ലൈഫ് ലോങ് സിംഗിൾ ആയിരിക്കണം എന്ന് വിചാരിച്ചവനാ ഞാൻ. ലൈഫിൽ പ്രേമം സംഭവിക്കുന്ന ഒരൊറ്റ തവണയാന്ന് വിചാരിച്ചവനാ. ബട്ട് നീ എന്റെ ലൈഫിലേക്ക് വന്നു, കൂടെ സിഹിയും വന്നു. എന്റെ തോട്ട് പ്രോസസ് പോലും ചേഞ്ച് ചെയ്തു സീത. സത്യം പറഞ്ഞ ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. റാം, നിനക്ക് നിന്റെ സ്വന്തം കുഞ്ഞിന്റെ അച്ഛനാവണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിട്ടില്ലേ? സത്യം പറ എന്നോട്. എനിക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മറച്ചു വെക്കണ്ട. എനിക്കൊരു വിഷമവും തോന്നില്ല. നിങ്ങൾ എത്രയൊക്കെ എന്റെ പ്രയോറിറ്റീസിന് വില തരുന്നുണ്ടോ, ഞാനും അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അത്രയും വില തരണ്ടേ? ഇവിടെ എന്റെ തീരുമാനവും എന്റെ ആലോചനയും മാത്രമല്ല പ്രധാനം. നിങ്ങളുടെ ആഗ്രഹവും ചോദിച്ചറിയേണ്ടത് എന്റെ കടമയാ. നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ലെന്ന് മാത്രം പറയരുത് റാം. എനിക്കത് മനസ്സിലാവും. ഇതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു ആഗ്രഹമല്ലേ? പക്ഷേ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സീത, പ്ലീസ് ഒന്ന് നിൽക്ക്. എന്തിനാ ഇതൊക്കെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? മുത്തച്ഛന്റെ തോട്ട് പ്രോസസ് നിനക്കറിയില്ലേ? അത് ഓൾഡ് ജനറേഷൻ അല്ലേ? എത്രയൊക്കെ ലോകം കണ്ടാലും ഈ മക്കള്, ഫാമിലി സെന്റിമെന്റ്സ്, ഈ കൊച്ചുമക്കൾ, ഈ ചിന്തയൊക്കെ കൂടുതലായിരിക്കും. അതൊക്കെ എങ്ങനെ നമുക്ക് തെറ്റാന്ന് പറയാൻ പറ്റും സീത? ഞാനത് തെറ്റാണെന്ന് പറഞ്ഞതേ ഇല്ല റാം. സത്യം പറയുവാണെ തെറ്റ് എന്റെയാണ് റാം. ഞാൻ മുമ്പേ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. സീത, നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ കാരണം നിന്റെ ലോകത്ത് ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നു. ഞാൻ തന്ന വാക്ക് ഒരിക്കലും തെറ്റിക്കില്ല സീത, അതോർത്താ മതി. സോ റിലാക്സ്. റാം, ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറയാദ്യം. നിനക്ക് നിന്റെ ചോരയിൽ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹമുണ്ടോ ഇല്ലയോ? സീത, നിന്റെ ചോദ്യങ്ങളൊക്കെ ഇറവലന്റ് ആണ്. ഓൾ ഐ ക്യാൻ ടെൽ യു ഈസ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സീത. മുത്തച്ഛനല്ല ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്, മക്കള്, കൊച്ചുമക്കളെന്നൊക്കെ പറയും. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻസ്. ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട റാം. സീത, പറയുന്നത് കേക്ക്. പ്ലീസ് റാം, എനിക്ക് കുറച്ച് സമയം വേണം. ടെൻഷൻ ആവരുത് നീ. സീതമ്മയെ റിജക്റ്റ് ചെയ്തത്? ഞാനുള്ളത് കൊണ്ട് എന്റെ ഫ്രണ്ട് സീതമ്മയെ കല്യാണം കഴിക്കില്ലേ ദൈവമേ? ഞാൻ എന്ത് മിസ്റ്റേക്കാ ചെയ്ത്? സൂര്യമുത്തശ്ശൻ എന്നെ കൊറേ ഇഷ്ടമാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? അതുകൊണ്ടാണോ എന്നെ അവരുടെ വീട്ടിലേക്ക്
ദൈവമേ. എന്റെ ഫ്രണ്ടിനെ, എന്റെ സീതമ്മേനെ എനിക്ക് വേണം ദൈവമേ. അപ്പു, നീ എന്താ സീതയെ ഡ്രോപ്പ് ചെയ്യാൻ പോയില്ലേ? ഇല്ല മേമ, അവൾ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാന്ന് പറഞ്ഞു. അതെന്താ? എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? അച്ഛനാണെങ്കില് കല്യാണം സീതയുടെ മറുപടി പ്രകാരമായിരിക്കും എന്ന് പറയുന്നു. നീ ആണെങ്കിൽ ദാ ഇങ്ങനെ നിൽക്കുന്നു. എന്താ ഉണ്ടായെന്ന് പറ. രാമ, എന്താടാ? അപ്പു, നോക്ക്, നിന്റെ കല്യാണം കഴിയുന്നത് വരെ എനിക്കും സമാധാനം ഉണ്ടാവില്ല, നിന്റെ അമ്മയ്ക്കും സമാധാനം ഉണ്ടാവില്ല. ഏട്ടാ, ചേച്ചി ഇന്നൊട്ടും നോർമൽ അല്ല. എന്തോ കുഴപ്പമുള്ള പോലെ ഉണ്ട്. നിന്റെ ചേച്ചിക്ക് ഇടയ്ക്ക് ഇതുപോലെ ബാധ കയറാറുള്ളതാ. ചേച്ചി ഇന്നിപ്പോ എന്തോ വ്യത്യാസമുള്ള പോലൊക്കെയാ. നിന്റെ ചേച്ചിക്ക് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അവളുടെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചാലേ അവൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. രാമ, നിനക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട്. നീ കാര്യം എന്താന്ന് പറ. അത് ചെറിയച്ച, ഈ കല്യാണം നടക്കണമെങ്കിൽ മുത്തശ്ശനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്ത് കണ്ടീഷൻ? അത് എന്റെയും സീതയുടെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശന് എത്രയും വേഗം ഒരു പേരക്കുട്ടിയെ വേണമെന്നാ പറയുന്നത്. അതായത് അച്ഛൻ സീതയെ നോട്ട് ഔട്ട് ചെയ്താണല്ലേ? കണ്ടില്ലേ കണ്ടില്ലേ മാർഗു, അച്ഛൻ എന്തോരം ദീർഘവീക്ഷണം ഉണ്ടെന്ന്. അപ്പോ അതിനെന്തിനാണ് നീ ഇങ്ങനെ നിൽക്കുന്നേ? കല്യാണം കഴിഞ്ഞ പിന്നെ കുട്ടികൾ ഉണ്ടാവുന്നത് സാധാരണല്ലേ? സിഹി നമ്മുടെ വീട്ടിലെ കുട്ടിയാ എന്ന് കരുതി നമ്മളാരും അവളെ എടുത്ത് വളർത്തിയിട്ടില്ലല്ലോ. പക്ഷെ നിനക്കൊരു കുട്ടി ഉണ്ടായി ഞങ്ങൾക്കൊക്കെ അതിന് സാധിക്കും. അപ്പോ കണ്ടില്ലേ, കല്യാണം എന്ന് പറഞ്ഞ ആചാരം എത്ര ബന്ധങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ച് ചേർക്കുന്നെന്ന്. ഇത് വാണി ചേച്ചി എത്രമാത്രം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നേ? അതല്ല മേമ, സീതയെ ഒരു കാര്യത്തിനും എനിക്ക് ഫോഴ്സ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല എന്ന് കരുതി മുത്തശ്ശൻ പറഞ്ഞൊന്നും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പ്ലീസ്, എനിക്ക് കുറച്ച് സമയം താ മേമ. ഐ നീഡ് ടു തിങ്ക്. അതായത് അച്ഛൻ്റെ കണ്ടീഷന് സീത സമ്മതിച്ചില്ല എന്നർത്ഥം. സീതമ്മ,
എന്താ സീതമ്മ, എന്ത് പറ്റി? നീ എന്തിനാ കരയുന്നേ? എന്താ നിനക്ക് എന്താ പറ്റിയേ? എന്താ സീതമ്മ ഒന്നും പറയാത്തെ? എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? സിഹി, പ്ലീസ് എന്നോട് ഇപ്പൊ ഒന്ന് ചോദിക്കണ്ട. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നുണ്ട്. പ്ലീസ്.